ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ ഗംഭീര പ്രദർശനത്തിന് വേങ്ങൂർ ശാന്തോം പബ്ലിക് സ്കൂൾ വേദിയായി. ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക മേഖല കൈവരിച്ച നേട്ടങ്ങൾ യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബഹിരാകാശ ദൗത്യങ്ങൾ, ഉപഗ്രഹങ്ങൾ, റോക്കറ്റുകൾ തുടങ്ങിയവയുടെ മാതൃകകൾ വിദ്യാർത്ഥികളിൽ ആകാംക്ഷ നിറച്ചു. ചടങ്ങിൽ ISRO ആലുവ ബ്രാഞ്ച് ജനറൽ മാനേജർ N ശ്രീനിവാസൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ പകർന്നു നൽകി. ഈ മേഖലയിൽ യുവതലമുറയ്ക്ക് സാധ്യമാകുന്ന അനന്തമായ സാധ്യതകളെക്കുറിച്ചും വിശദീകരിച്ചു. വിദേശ രാജ്യങ്ങളിലെ ജോലി സാധ്യതകൾ തേടി പോകുന്നതിന് പകരം നമ്മുടെ രാജ്യത്ത് തന്നെ അതിലും മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്ന ബോധ്യം ചർച്ചയിലൂടെ കുട്ടികൾക്ക് ലഭിച്ചു. നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റ്, സാന്റോം പബ്ലിക് സ്കൂൾ ആൻഡ് ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷൻ ഓഫ് ദ ഈസ്റ്റ് ഓർഗനൈസ് ചെയ്ത ഈ പ്രോഗ്രാം വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഐ റിയലി അപ്രീഷിയേറ്റ് ദ സ്കൂൾ മാനേജ്മെൻറ്റ് ഇൻ ഓർഗനൈസിങ് സച്ച് ആൻ ഇവൻറ്റ്. കാരണം ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നു CBSE പഠിക്കുന്ന ഈ റൂറൽ ഏരിയയിലുള്ള സ്കൂൾസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രോഗ്രാം വളരെയധികം ഹെൽപ്ഫുള്ളാണ്. കാരണം പ്ലസ് നമ്മുടെ ISROയുടെ ഈ ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റൂറൽ ഏരിയ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഫ്യൂച്ചർ ഓഫ് അവർ കൺട്രി ലൈസ് ഇൻ ദ റൂറൽ. നേരത്തെ പറഞ്ഞിരുന്നു അത്. കാരണം ആ രീതിയിലാണ് നമ്മുടെ ലീഡേഴ്സ് എല്ലാം വരുന്നത്, നോട്ട് ഫ്രം ദ സിറ്റീസ്. കാരണം നമുക്ക് റൂറൽ ഏരിയാസിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ എല്ലാം ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2047 നമ്മുടെ പ്രധാനമന്ത്രി എൻവിസേജ് ചെയ്ത വിഷൻ 2047, അതിന് അല്ലെങ്കിൽ വികസിത് ഭാരത് 2047 റൂറൽ അപ്ലിഫ്റ്റ്മെൻറ്റ് എസെൻഷ്യലാണ്. അപ്പോൾ ISROയുടെ ഈ ഔട്ട്റീച്ച് പ്രോഗ്രാം ഇന്ന് പ്രിൻസിപ്പൽ ഈ സ്കൂൾ മാനേജ്മെൻറ്റ് ചെയ്തിരിക്കുന്ന ഈ ഔട്ട്റീച്ച് പ്രോഗ്രാം വളരെയധികം ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഈ സ്കൂളിൽ നിന്നും നമ്മൾ ISROയിലേക്കുള്ള കൂടുതൽ കുട്ടികളെ ഇവിടെ നിന്ന് ഈ സ്കൂളിൽ നിന്ന് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്. പൗരസ്ത്യ സുവിശേഷ സമാജം മെത്രാപ്പൊലിത്ത അഭിവന്ദ്യ മോർ ക്രിസോസ്റ്റമോസ് മാർക്കോസ് മെത്രാപ്പൊലിത്ത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഈ പ്രദർശനം വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രത്തെ അടുത്തറിയുവാനും ഭാവിയിൽ ഈ രംഗങ്ങളിൽ പ്രവർത്തിക്കുവാനും വിദഗ്ധരായ യുവ ശാസ്ത്രജ്ഞന്മാരെ സൃഷ്ടിച്ചെടുക്കുവാനും സഹായിക്കുമെന്ന് റവറൻ ഗീവർഗീസ് രംബാച്ചൻ പൗരസ്ത്യ സുവിശേഷ സമാജം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന നല്ല യുവശാസ്ത്രജ്ഞരെ വാർത്തെടുക്കുവാൻ ഈ മെഗാ സ്പേസ് എക്സിബിഷനിലൂടെ സാധിക്കുമെന്ന് സ്കൂൾ മാനേജർ ബിജു ചാക്കോ അറിയിച്ചു. വിദ്യാർത്ഥികളിൽ ചെറുപ്പത്തിൽ തന്നെ ലക്ഷ്യബോധം വളർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ചർച്ച നടന്നു. ഇതിനായി പാഠ്യപദ്ധതികളിൽ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളും നൂതനമായ പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തേണ്ടതുണ്ടെന്ന് സംഘാടകർ അഭിപ്രായപ്പെട്ടു. ISRO പോലെയുള്ള സ്ഥാപനങ്ങളുടെ പ്രദർശനങ്ങൾ വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയ ചിന്താഗതി വളർത്തുവാൻ സഹായിക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഫാദർ സജി സി കുര്യാക്കോസ് പറഞ്ഞു. പൗരസ്ത്യ സുവിശേഷ സമാജത്തിൻ്റെ കീഴിൽ നമ്മുടെ വേങ്ങൂർ തൂങ്ങാലിയിൽ പ്രവർത്തിക്കുന്ന സാന്തോം പബ്ലിക് സ്കൂളിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ISROയുടെ പ്രവർത്തനങ്ങളെ മുഴുവനും സമഗ്രമായി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല എക്സിബിഷനാണ് ഇന്ന് സംഘടിപ്പിച്ചത്. നമ്മുടെ വിദ്യാർത്ഥികളുടെ മനസ്സുകളിൽ അവരുടെ ശാസ്ത്ര സാങ്കേതിക അഭിരുചിയെ മനസ്സിലാക്കി വളർത്തിയെടുക്കുവാനുള്ളതായ ഒരു ലക്ഷ്യമാണ് ഇതിൻ്റെ പുറകിലുള്ളത്. നമ്മുടെ ഈ രാജ്യത്ത് നാം ഇന്ന് കൈവരിച്ചിരിക്കുന്നതായ നേട്ടങ്ങൾ നമ്മുടെ വളർന്നു വരുന്ന തലമുറകൾക്ക് ഇന്ത്യയിൽ തന്നെ ഈ മേഖലയിൽ എത്തിപ്പെടാനുള്ളതായ അനന്ത സാധ്യതകൾ ഇന്നുവരെ ISRO വികസിപ്പിച്ചെടുത്തതായ ബഹിരാകാശ പേടകങ്ങളും റോക്കറ്റുകളും തുടങ്ങിയ വിവിധ ഉപകരണങ്ങളുടെ പ്രദർശനമൊക്കെ ക്രമീകരിച്ചു. ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ISROയിൽ നിന്ന് ഒരു സയൻറ്റിസ്റ്റ് കടന്നു വന്ന് കുട്ടികളുമായി സംവദിക്കുകയും ഈ കാര്യങ്ങളെല്ലാം നേരിട്ട് വിലയിരുത്തി സ്കൂളിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്തു. നമ്മുടെ ഈ പ്രദേശത്ത് ഉള്ള ഏകദേശം 10-20ഓളം സ്കൂളുകളിലെ കുഞ്ഞുങ്ങൾ അത് വന്ന് കണ്ട് പ്രയോജനപ്പെടുത്തി അവരതിനെപ്പറ്റി പഠിക്കുകയും അവർക്കത് വളരെ കൗതുകകരമായും പ്രചോദനകരമായി തീർന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ കാലഘട്ടത്തിലൊക്കെ ജോലി അന്വേഷിച്ച് സാധ്യതകൾ അന്വേഷിച്ച് വിദേശത്തേക്ക് പോകുമ്പോൾ അതിലും മികച്ച സാധ്യതകൾ അവരുടെ വളർച്ചയ്ക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട് എന്ന് ഈ ISROയുടെ ഈ സ്പേസ് മെഗാ ഷോയിലൂടെ അവർക്ക് വിലയിരുത്തുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ സാന്തോം സ്കൂൾ ഇതുപോലെയുള്ളതായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മുടെ അക്കാഡമിക് മേഖലയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്.
ഇനിയും തുടർന്നുള്ളതായ പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. ചടങ്ങിൽ VSSC ISRO ടെക്നിക്കൽ സ്റ്റാഫ് അനീഷ് ആശംസകൾ നേർന്നു. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള 12ഓളം സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും പ്രദർശനം കാണുവാനെത്തി. സ്കൂളിലെ സയൻസ്, മാത്സ് ക്ലബ്ബ് അധ്യാപികമാർ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ റവറന്റ് ഫാദർ ഷിജോ കെ പോൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വേങ്ങൂർ.